നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈശ്വരൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒന്നിനോടൊന്ന് കോർത്തിണക്കിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലേക്ക് ചില ജീവികൾ പെട്ടെന്ന് വന്നു കയറുമ്പോൾ അത് വെറുമൊരു യാദൃശ്ചികത ആകണമെന്നില്ല, മറിച്ച് പ്രകൃതി നമുക്ക് നൽകുന്ന ചില മുന്നറിയിപ്പുകളാകാം. വരാനിരിക്കുന്ന ചില വലിയ അനർത്ഥങ്ങളിൽ നിന്നോ ദോഷങ്ങളിൽ നിന്നോ നമ്മെ മുൻകൂട്ടി രക്ഷിക്കാൻ പ്രകൃതി നൽകുന്ന സൂചനകൾ. അത്തരത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കഷ്ടകാലം വരുന്നതിന് മുൻപായി വന്നു കയറുന്ന 9 ജീവികളെക്കുറിച്ചും അവയ്ക്കുള്ള ലളിതമായ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഒന്നാമതായി, അരണ. നിങ്ങളുടെ വീടിനുള്ളിലേക്ക് അരണ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ ഒരു ദുർസൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. കടുത്ത രോഗമോ സാമ്പത്തിക തകർച്ചയോ കുടുംബത്തിൽ വലിയ മനപ്രയാസങ്ങളോ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണിത്. പരിഹാരം: അരണയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ശേഷം അത് കയറിയ ഭാഗത്ത് അല്പം മഞ്ഞൾ വെള്ളം തളിക്കുക. രണ്ടാമതായി, കരിമ്പൂച്ച അഥവാ കാലൻ പൂച്ച. പൂർണ്ണമായും കറുത്ത നിറമുള്ള പൂച്ചകൾ വീട്ടിൽ വന്നു കയറുന്നത് നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ഉടൻ നടക്കും എന്നതിൻ്റെ അതീവ ദോഷകരമായ സൂചനയാണ്. കരിമ്പൂച്ചയെ ഓടിച്ചു വിട്ടതിനു ശേഷം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി വീട്ടിലുള്ള എല്ലാവരുടെയും പേരും നാളും പറഞ്ഞ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. മൂന്നാമതായി, നിശാശലഭം അഥവാ കാലൻ ശലഭം. സന്ധ്യാസമയങ്ങളിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഇവ തിരിക്കു ചുറ്റും പറക്കുകയോ തീനാളങ്ങളിൽപ്പെട്ട് ചാമ്പലാവുകയോ ചെയ്യുന്നത് ഭവനത്തിലുള്ളവരുടെ ജീവന് തന്നെ ആപത്താവുന്ന അപകടങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവയെ പുറത്താക്കിയ ശേഷം വീടാകെ മഞ്ഞൾ വെള്ളം തളിച്ച് ശുദ്ധീകരിക്കുക. നാലാമതായി, ഉപ്പൻ എന്ന പക്ഷി ചത്തുകിടക്കുന്നത്. ഉപ്പൻ എന്ന് പറയുന്നത് ലക്ഷ്മീ കടാക്ഷമുള്ള ഒരു ഭാഗ്യപക്ഷിയാണ്. അത് നിങ്ങളുടെ വീട്ടിൽ വന്ന് ചത്തുകിടക്കുന്നത് കണ്ടാൽ ഭവനത്തിൽ ലക്ഷ്മി ദേവിക്ക് പകരം മൂദേവി വസിക്കുന്നുവെന്നും അനിഷ്ട സംഭവങ്ങൾ വരാനിരിക്കുന്നുവെന്നും അർത്ഥമാക്കുന്നു. ഇത് കണ്ടാൽ ഉടനെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാൻ മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അഞ്ചാമതായി, പല്ലികൾ ചത്തുകിടക്കുന്നത്. അടുക്കളയിലോ പൂജാമുറിയിലോ സന്ധ്യാസമയത്ത് വിളക്ക് വെക്കുന്നിടത്തോ പല്ലി ചത്തുകിടക്കുന്നത് കാണുന്നത് വലിയ മാനസിക സമ്മർദ്ദവും വിഷമങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നതിൻ്റെ സൂചനയാണ്. പല്ലി ചത്തുകിടന്ന ഭാഗത്ത് മഞ്ഞൾ വെള്ളം തളിച്ച് ശുദ്ധീകരിച്ച ശേഷം ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ആറാമതായി, ചിലന്തി. വീടിൻ്റെ കന്നിമൂലയിൽ, അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിരന്തരം ചിലന്തി കൂടുകൂട്ടുന്നത് വീട്ടിലുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെയും മാനസിക സങ്കടങ്ങളെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾ എത്ര വൃത്തിയാക്കിയാലും വീണ്ടും ഇവ വരുന്നത് ദോഷകരമാണ്. അവിടം അടിച്ചുവാരി ചിലന്തിയെ തുരത്തിയ ശേഷം ആ ഭാഗത്ത് കുന്തിരിക്കം പുകച്ച് ശുദ്ധീകരിക്കുക. ഏഴാമതായി, നായ വീട്ടിൽ വന്ന് പ്രസവിക്കുന്നത്. ഇത് വളരെ ദോഷകരമായ ഒരു കാര്യമായാണ് വിശ്വാസങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ദുഷ്യഫലങ്ങൾ വളരെ വലുതായിരിക്കും. ഇങ്ങനെ സംഭവിച്ചാൽ കാലതാമസം കൂടാതെ ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. എട്ടാമതായി, വവ്വാൽ. വവ്വാലുകൾ തുടർച്ചയായി വീട്ടിൽ വരുന്നത് കൊടിയ ദാരിദ്ര്യം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുടെ സൂചനയാണ്. അവ വരുന്ന വഴി കണ്ടുപിടിച്ച് അതടയ്ക്കുക. വീടിനു ചുറ്റും മഞ്ഞൾ വെള്ളം തളിക്കുക. ഒൻപതാമതായി, പഴുതാരഹ. കടുത്ത ശത്രുദോഷവും കണ്ണേറും ബാധിച്ച വീടുകളിലാണ് പഴുതാരകൾ തുടർച്ചയായി വരുന്നത്. നിങ്ങളെ തകർക്കാൻ തക്കതായ ശത്രുദോഷമുണ്ടെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. വേണ്ട പരിഹാരങ്ങൾ ഉടൻ തന്നെ ചെയ്യുക. പരിഹാരങ്ങൾക്കായി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ 9 സൂചനകളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീടുകളിൽ കണ്ടാൽ അത് ഒരു കാരണവശാലും നിസ്സാരമായി കാണരുത്. കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിതിൽ പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻ്റ് ചെയ്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അറിവുകൾക്കായി
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.